കോൾപ്പടവുകളുടെ വികസനത്തിന്റെ മറവിൽ കോടികളുടെ അഴിമതിയെന്ന് BJP സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ സുരേന്ദ്രൻ. തൃശൂർ കോൾപ്പടവിന്റെ വികസനത്തിന് അനുവദിച്ച ഫണ്ടിന്റെ ദുരുപയോഗത്തെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും വകുപ്പ് മന്ത്രി സ്ഥലം സന്ദർശിക്കണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. 2020 300 കോടി രൂപ വേൾഡ് ബാങ്കിൽ നിന്ന് കടമെടുത്ത് കോൾ മേഖലയിലെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം മുഴുവൻ അഴിമതിയാണ് നടത്തിയിട്ടുള്ളത്. നബാർഡ് വായ്പയായി 54 കോടിയോളം രൂപയും കേന്ദ്ര സർക്കാർ അനുവദിച്ച തുകയും കൂടി കൂട്ടിച്ചേർത്താൽ 429 കോടി രൂപയാണ് 100 അടി തോടിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചിലവഴിച്ചത് എന്നാണ് രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ തുകയുടെ പ്രവർത്തനത്തിന്റെ ഫലം കർഷകർക്ക് ലഭിച്ചിട്ടില്ല. 13,632 ഹെക്ടർ കൃഷിസ്ഥലത്ത് നിർമ്മാണ ഉൽപാദനക്ഷമത കൈവരുത്താനും കർഷകർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം ഒരുക്കാനും വേണ്ടിയാണ് 729 കോടിയോളം രൂപ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് വിനിയോഗിച്ചത്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി കോടികളുടെ അഴിമതിയാണ് നടത്തിയിട്ടുള്ളത്. KLDC, KAICO, KSEB, അഗ്രികൾച്ചർ, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ വകുപ്പുകളാണ് ഫണ്ട് ചിലവഴിക്കേണ്ടത്. ഇത്രയും തുക ചിലവഴിച്ചിട്ടും നിരന്തരം ബണ്ട് തകർന്ന് കർഷകർ ദുരിതം അനുഭവിക്കുന്ന അവസ്ഥയാണെന്നും അദ്ദേഹം ആരോപിച്ചു. തൃശൂർ പൊന്നാനി കോൾ വികസനത്തിന് വേണ്ടി ചിലവഴിച്ച ഫണ്ട് ഏതൊക്കെ മേഖലയിലാണെന്ന് സമഗ്രമായ ധവളപത്രം ഇറക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 14,000 ഹെക്ടർ കൃഷിഭൂമി വരുന്ന 50,000-ഓളം കർഷകരെ പ്രതിസന്ധിയിലാക്കുന്ന ഈ വിഷയത്തിൽ കൃഷിവകുപ്പ് മന്ത്രി നേരിട്ട് സ്ഥലം സന്ദർശിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം തകർന്ന തെക്കേക്കെട്ട് ബണ്ട് പ്രദേശത്ത് സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കെ സുരേന്ദ്രനൊപ്പം BJP നേതാക്കളായ രവി ചെറവല്ലൂർ, K രമേശൻ, ജയൻ കല്ലൂർമ എന്നിവരും എത്തിയിരുന്നു. ഈ ചാനൽ ന്യൂസ് പൊന്നാനി. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്,